താൻ പറഞ്ഞത് കേൾക്കാത്ത പുട്ടിനിട്ട് നല്ല പണി കൊടുക്കണമെന്ന് ട്രംപ് ആഗ്രഹിക്കുന്നുണ്ടെന്ന് തോന്നുന്നു. കാരണം ജൂലൈ 4-ന് ട്രംപ് സെലൻസ്കിയെ വിളിച്ച്, ഉക്രൈൻ പ്രസിഡന്റിനെ വിളിച്ച് ടെലിഫോണിൽ ചോദിക്കുന്നു, തനിക്ക് മോസ്കോയിൽ സെൻറ്റ് പീറ്റേഴ്സ്ബർഗിലൊക്കെ ആക്രമണം നടത്താൻ പറ്റുമോ എന്ന് ചോദിക്കുന്നു. ഉടനെ അതിനുള്ള മിസൈലൊന്നും എൻ്റെ കയ്യിലില്ല, ചേട്ടനത് തന്നാൽ ഞാൻ ചെയ്യാമെന്ന് സെലൻസ്കി പറഞ്ഞു എന്ന് വരുന്നു. അതായത് അതിന് തൊട്ടു മുമ്പാണ് ട്രംപ് പറയുന്നത്, ഞാൻ പുട്ടിൻ്റെ കാര്യത്തിൽ വലിയ നിരാശയാണ്, എനിക്ക് 1 മണിക്കൂർ കൊണ്ട് യുദ്ധം തീർക്കാമെന്നൊക്കെ പറഞ്ഞിട്ട് ഇയാൾ പറഞ്ഞാൽ കേൾക്കുന്നില്ല. അങ്ങനെ ആ നിരാശ ബാധിച്ച ട്രംപ് സെലൻസ്കിയെ വിളിച്ചിട്ട് ആക്രമിക്കാമോ, കാരണം നേരത്തെ മോസ്കോയിലേക്ക് ഡ്രോൺ ആക്രമണമൊക്കെ സെലൻസ്കി നടത്തിയിട്ടുണ്ട്, പക്ഷെ അവിടെ വരെ എത്തുന്ന മിസൈലില്ല, മിസൈൽ കൊടുത്താൽ ഞാൻ ആക്രമിക്കാമെന്ന് പറയുന്നു. അപ്പോൾ ട്രംപിന് താൻ പറഞ്ഞാൽ കേൾക്കാത്ത പുട്ടിനെ ഒരു പാഠം പഠിപ്പിക്കാൻ മോസ്കോയിലേക്ക് മിസൈലുകൾ വന്ന് വീഴണം എന്നാഗ്രഹം ഉണ്ടായിരിക്കും. കാണുമായിരിക്കും. ഇപ്പോൾ ഇത് ഈ സംഭാഷണം നടന്നു എന്ന് മറ്റു ചിലർ പറയുന്ന കാര്യങ്ങളാണ് പുറത്തു വന്നിരിക്കുന്നത്. പക്ഷേ വൈറ്റ് ഹൗസിലെ പ്രസ് സെക്രട്ടറി ക്ലാരിഫിക്കേഷൻ ആയിട്ട് വന്നിട്ടുണ്ട്. അത് ട്രംപ് ഇങ്ങനെ നിരാശ കൊണ്ട് ചോദിച്ചതാണ്, അല്ല ആക്രമണം നടത്താനൊന്നുമില്ല, സമാധാനം വേണമെന്നാണ് ട്രംപിൻ്റെ. ഇത് വാങ്ങിക്കോട്ടെ, ഇപ്പോൾ ട്രംപിന് മോസ്കോയെ ആക്രമിക്കണമെങ്കിൽ സെലൻസ്കിക്ക് മിസൈൽ കൊടുത്തിട്ടൊന്നും വേണ്ട, നേരിട്ടങ്ങ് മിസൈൽ ഇട്ടാൽ പോരെ. അപ്പോൾ വലിയ യുദ്ധമാകത്തില്ലേ? സെലൻസ്കി ഇട്ടാലും യുദ്ധമാകില്ലേ? പക്ഷെ അമേരിക്ക കക്ഷിയല്ലല്ലോ. അപ്പോൾ അമേരിക്ക കക്ഷിയാണല്ലോ, അമേരിക്ക കൊടുത്ത മിസൈലല്ലേ കൊണ്ടുപോയിട്ടിരിക്കുന്നത്. ഇത് പറഞ്ഞുകൊണ്ടല്ലേ ഇത് കൊണ്ടുപോയിടാ എന്ന് പറഞ്ഞുകൊണ്ടല്ലേ ചെയ്തിരിക്കുന്നത്. ഓപ്പറേഷൻ സിന്ദൂറിൻ്റെ കാലത്ത് തുർക്കി നമ്മളിവിടെ ചെയ്തത് എന്താ? തുർക്കി പാകിസ്ഥാന് ഡ്രോൺ കൊടുത്തു എന്ന് മാത്രമല്ല, തുർക്കിയിൽ നിന്ന് ആൾ വന്നു. കാരണം പാകിസ്ഥാൻ ഇത് ഓപ്പറേറ്റ് ചെയ്യാൻ അറിഞ്ഞുകൂടാ. അവൻ ഓപ്പറേറ്റ് ചെയ്താൽ അവൻ്റെ നെഞ്ചത്തേക്ക് തന്നെ വീഴും. അതാണ് അവൻ്റെ സ്ഥിതി. അവൻ പാകിസ്ഥാൻ മിസൈൽ വിടുന്ന വീഡിയോ വന്നില്ല. ഒരു മിസൈൽ വിട്ടു, 2 മിസൈലാണ് വിടാൻ അവർ വെച്ചിരുന്നത്. ഒരു മിസൈൽ വിട്ടു, അവരെ ആഘോഷിച്ചു. രണ്ടാമത്തത് വിട്ടു, ആഘോഷിച്ചു. ആഘോഷമൊക്കെ കഴിഞ്ഞ് പോകാമെന്ന് പറഞ്ഞപ്പോൾ 3ാമത്തത് പോകുന്നു. ഇതെങ്ങോട്ട് പോകുമെന്ന് അറിയാമില്ല. ഇതാരാടാ ഇത് വിട്ടത്? ഞാനല്ല പറഞ്ഞ് ഇതിലേക്ക് 4ാമത്തത് വിട്ടോടാന്ന് പറഞ്ഞിട്ട് ഓടിയിട്ടുണ്ട് ഓടുന്നു. ഇത് ഈ അവസ്ഥയാണ്. അപ്പോൾ അതുകൊണ്ട് ഈ ട്രംപാണ് ഇത് ചെയ്യിക്കുന്നതെന്ന് എല്ലാവർക്കും അറിയാമല്ലോ. ഇറ്റ് ഈസ് ആസ് ഗുഡ് ആസ് അമേരിക്ക അറ്റാക്കിങ് റഷ്യ. അപ്പോൾ അതുകൊണ്ട് ട്രംപിന് വേണമെങ്കിൽ നേരെയും ഇതിടാം, സെലൻസ്കിക്ക് കൊടുത്തിട്ട് പിന്നെ അയാളെ കൊണ്ട് ഇടിയിക്കുക, അയാളുടെ ഉന്നം തെറ്റിപ്പോവുക, ഇങ്ങനെയുള്ള ഏർപ്പാടൊന്നും തോന്നണ്ട. നിങ്ങളുടെ കയ്യിൽ മറ്റേ സാധനം ഇരിക്കുകയില്ല, എന്താ F-35B, അത് നമ്മുടെ തിരുവനന്തപുരത്തുള്ള അത് വെച്ചങ്ങ് കീച്ചിക്കുമെന്ന് ആര് വേണ്ടെന്ന് പറയുന്നു. ഈ ട്രംപിൻ്റെ ഒരു മൊത്തം സ്ട്രാറ്റജി തന്നെ ശരിയല്ല. ഇതുപോലത്തെ ഈ വാവളപ്പൻ വർത്തമാനങ്ങൾ കൊണ്ട് ലോകത്ത് ഒന്നും സാധിക്കില്ല, ഉള്ള വില പോകും. ഇപ്പം തന്നെ ട്രംപിൻ്റെ വില എത്ര ഇടിഞ്ഞു നോക്കി. ഇറാൻ ഇസ്രായേൽ അവർക്ക് തോന്നിയിട്ട് അവർ നിർത്തിയതല്ല, ഇയാൾ പറഞ്ഞിട്ട് നിർത്തിയതൊന്നുമല്ല. ഇന്ത്യ പാകിസ്ഥാൻ പ്രശ്നമാകുന്നത് കാരണം നമ്മൾ അവരുടെ ആണവ നിലയത്തിൽ കയറി ചവിട്ടി നൂർഖാൻ ബേസിൽ. ഈ ആണവ നിലയം അണുവായുധം എന്ന് പറയുന്നത് അമേരിക്കയുടെ കൺട്രോളിലാണ്, പാകിസ്ഥാൻ്റെ കൺട്രോൾ പോലും അല്ല എന്ന് പറയുന്നു. അപ്പോൾ പറയുന്നതാണ് കേട്ടോ, കൃത്യം ആർക്കും അറിയില്ല. ഏതായാലും ആ സ്ഥിതി എത്തിക്കഴിഞ്ഞപ്പോൾ പാകിസ്ഥാന് പിന്നെ സീസ് ഫയർ വേണമെന്ന് പറയില്ല, നിവൃത്തിയില്ലാതായി. അമേരിക്കയുമായിട്ട് സംസാരിച്ചു. പാകിസ്ഥാൻ്റെ ആകെ ഒരേ ഒരു ആവശ്യമുള്ളൂ, എനിക്ക് എൻ്റെ IMF ലോൺ ഉടനെ പാസ്സാക്കി തരണം കേട്ടോ. ശരി എന്ന് പറഞ്ഞു. അങ്ങനെ സംസാരിച്ച് പാകിസ്ഥാൻ നമ്മളോട് സംസാരിക്കുമ്പോൾ പാകിസ്ഥാൻ നിരന്തരം DGMO ലെവലിൽ ടോക്സ് നടക്കും. പലരും ധരിക്കുന്നത് ഈ ലാസ്റ്റ് മിനിറ്റിലാണ് അങ്ങനെയല്ല. ഒരു യുദ്ധം തുടങ്ങിക്കഴിഞ്ഞാൽ ഓരോ ഇൻ്റർവ്യൂവിലും DGMOs അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ചുകൊണ്ടിരിക്കും. എന്ത് പറയുന്നു, ഇത് പോകുന്നോ ഇനി അടുത്ത എസ്കലേഷനിലേക്ക്? ഇല്ല, പോയി പണം നോക്കാം, എന്നാൽ പിന്നെ ശരി എന്ന് പറഞ്ഞു. അങ്ങനെയാണ് ഇത് പോകുന്നത്. അപ്പോൾ അന്ന് പാകിസ്ഥാൻ നമ്മളോട് പറഞ്ഞു, നിങ്ങളുടെ ഇന്ന പ്ലാറ്റ്ഫോംസ് എന്ന് വെച്ചാൽ നമ്മളുടെ റഫാൽ, മിഗ്, അത് ഇന്ന സ്ഥലത്തുണ്ട്. ഞങ്ങളുടെ ഇന്ന സ്ഥലങ്ങളെ ലക്ഷ്യം വെച്ചാണ് അത് കിടക്കുന്നത്. ഏത് നിമിഷവും അത് ഇങ്ങോട്ട് പറന്നു വരും, വേണ്ടാതിനം കാണിക്കരുത്. അപ്പോൾ നമ്മൾ പറഞ്ഞു എന്നറിയപ്പെടുന്ന ഉത്തരം, നിങ്ങൾക്കിത് അറിയാമെന്നുള്ളത് വരെ ഞങ്ങൾക്കറിയാം, ഞങ്ങൾ ഒളിച്ചൊന്നും വെച്ചിട്ടില്ല, ഒളിപ്പിക്കാൻ സാധിക്കുമെന്ന് ഞങ്ങൾ വെച്ച് അതിൻ്റെ ആവശ്യമില്ല. കാരണം നിങ്ങൾ വിചാരിച്ചാൽ ചുക്കും ചെയ്യാൻ പറ്റില്ല. നിങ്ങൾക്കിതറിയാം, ഞങ്ങളുടെ മിഗ് ഇന്ന സ്ഥലത്ത് കിടപ്പുണ്ട്. എന്ത് ചെയ്യാൻ പോകുന്നു? ഒരു ചുക്കും ചെയ്യാനില്ല, പിടിച്ചൊന്നും വേണ്ട, അടുത്ത അറ്റാക്ക്. അങ്ങനെയാണ് ഈ
ഇവർ നമ്മളുടെ മിഗ് പോകും എന്ന് വിചാരിച്ച സ്ഥലത്ത് വേറൊരു വിമാനം പോകുന്നു, ഡമ്മി വിമാനം. ഡിക്കോയ്. അതിനകത്ത് ആരും ഡീക്കോയ്. അത് വെച്ചിട്ട് ഡിസെപ്ഷൻ, ചതി, ഇതൊക്കെ നമ്മൾ ചെയ്തു. അതിന് പിന്നാലെ ഈ ബ്രഹ്മോസ് മിസൈൽ പോയി. ഇതൊക്കെയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇയാൾക്ക് ട്രംപിന് വേണമെങ്കിലും ഇതൊക്കെ ചെയ്യാം. ബട്ട് ട്രംപിൻ്റെ കാര്യങ്ങളൊന്നും ഫലിക്കുന്നില്ല. ഞാൻ ഒറ്റ കാര്യത്തിലാണ് ഈ അമേരിക്കയുടെ വാല്യൂ എൻ്റെ മനസ്സിൽ നിന്ന് കുറഞ്ഞത്. ഹൂത്തികളുമായിട്ട് ഇവരൊരു എഗ്രിമെൻറ്റിലെത്തി. ഞങ്ങളുടെ കപ്പലുകളെ ആക്രമിക്കുകയില്ല, അതെ അതെ, ബാക്കി എന്ത് വേണമെങ്കിലും ചെയ്തു. ഇപ്പോൾ ലോകത്തെ മുഴുവൻ ഉപേക്ഷിച്ചുകൊണ്ട് അമേരിക്ക സ്വന്തം തടി നോക്കി. കാരണം ഹൂത്തികളെ നിരന്തരം അങ്ങോട്ട് ആക്രമിച്ച് നോക്കിയിട്ട് ഹൂത്തികൾ വിടുന്നില്ല. അവർ ഭീകരമായ മിസൈൽ ആക്രമണം സകല കപ്പലുകളുടെ നേർക്ക്. ഒടുവിൽ കീഴടങ്ങാൻ തീരുമാനിച്ചു അമേരിക്ക. പിന്നെ അമേരിക്ക ആയതുകൊണ്ട് അമേരിക്ക കീഴടങ്ങി എന്ന് പറയുന്ന നരേറ്റീവ് ഉണ്ടായില്ല. നമ്മളാണെങ്കിൽ ലോകം മുഴുവൻ ചെണ്ട കൂട്ടിയാണ് ഇന്ത്യ കീഴടങ്ങിയെന്ന്. ആദ്യം വിളിച്ച് പറയുന്നത് രാഹുൽ ഗാന്ധി ആയിരിക്കും, സറണ്ടർ ചെയ്തു എന്നൊക്കെ പറഞ്ഞിട്ട്. ബട്ട് അമേരിക്കയ്ക്ക് ആ തകരാറ് വന്നില്ല. അവർ നരേറ്റീവ് മാനേജ് ചെയ്തു. ബട്ട് ഫലത്തിൽ അമേരിക്ക മുട്ടുകുത്തുകയായിരുന്നു ഹൂത്തികളുടെ മുമ്പിൽ. ഇങ്ങനെ ചെയ്യുന്ന ആളിപ്പോൾ ഓരോ സമയത്ത് ഓരോന്ന് സംസാരിക്കുന്നു. അല്ല, ഒരിടയ്ക്ക് കേട്ടിരുന്നത് ട്രംപും പുടിനും വളരെ അടുത്ത സുഹൃത്തുക്കളാണ്. അമേരിക്കൻ ഇലക്ഷനിൽ ട്രംപിനെ പുടിൻ റഷ്യ സഹായിച്ചിട്ടുണ്ട്, അതൊക്കെ പറയും. ഈ അങ്ങേര് ഒരുപാട് പേര് സഹായിച്ചിട്ടുണ്ടെന്നേ. അതിനർത്ഥം അങ്ങേര് പറയുന്നത് കേൾക്കുന്നതാണ്. വാസ്തവത്തിൽ നേരെ തിരിച്ചാണ് വേണ്ടത്. സഹായിച്ചവനെയാണ് ട്രംപ് അനുകൂലിക്കേണ്ടത്. അതിന് പകരം ഇലക്ഷൻ ജയിക്കാൻ സഹായിച്ചു, അത് കഴിഞ്ഞ് പിന്നെ എൻ്റെ വേലക്കാരനായിട്ട് കൊണ്ട് നീ നിൽക്കണമെന്ന് പുതിൻ ചെയ്ത കുറ്റം എന്താണെന്ന് പറഞ്ഞു. ഈ സീസ് ഫയർ ചർച്ച അവരുടെയും നടന്നില്ല. അവരുടെ സീസ് ഫയർ ചർച്ചയിൽ അവർ ഈ യുദ്ധത്തടവുകാരെ അങ്ങോട്ടും ഇങ്ങോട്ടും കൈമാറാൻ തീരുമാനിച്ചു. 2000 പേരെ വിട്ടുകൊടുക്കണമെന്ന് 2000 പേരെയും റഷ്യ വിട്ടുകൊടുത്തു. ഇനി എന്താ അവർ ചെയ്യേണ്ടത്? യുദ്ധം നിർത്താനുള്ള കണ്ടീഷൻ യുക്രൈൻ പറയുന്നത് തുടക്കത്തിലുള്ള ആദ്യം ക്രീമിയൊക്കെ എടുത്തില്ല. ഈ യുക്രൈൻ യുദ്ധമല്ല, അതിനു മുമ്പ് റഷ്യ കുറേ സ്ഥലം എടുത്തിരുന്നു, അതും കൂടെ തിരിച്ചു കിട്ടണം എന്നൊക്കെ പറഞ്ഞ് ടോട്ടൽ ഡീസ്റ്റെബിലൈസ് ചെയ്യുക, മൊത്തം റഷ്യയുടെ ഭൂപടം മാറ്റി വരയ്ക്കുക. ഇതാണ് സെലൻസ്കിയുടെ ഡിമാൻഡ്. പുതിൻ പറഞ്ഞു നടക്കുന്ന കാര്യമില്ല. അങ്ങനെയാണ് ഈ സീസ് ഫയർ അലമ്പായി പോകുന്നത്. ഇതിൻ്റെ സ്ക്വയർലി ഉത്തരവാദിത്വം സെലൻസ്കിക്കാണ്. അയാൾ തിരഞ്ഞെടുക്കപ്പെട്ട പ്രസിഡൻറ്റുമല്ല സെലൻസ്കി. അയാളുടെ പീരീഡ് കഴിഞ്ഞിട്ട് എത്ര നാളായി? 13 വയസ്സുള്ള പിള്ളേരെ പിടിച്ചുകൊണ്ട് പോയിട്ടാണ് അയാൾ യുദ്ധം ചെയ്യുന്നത്. യുദ്ധം ചെയ്യാൻ ആളില്ല. ബൂട്ട്സ് ഓൺ ദ ഗ്രൗണ്ട് എന്ന് പറയുമല്ല, ഗ്രൗണ്ടിൽ തോക്കുമായിട്ടുള്ള പട്ടാളക്കാർ, അതിന് ആളില്ല. ജീപ്പുമായിട്ട് പട്ടാളക്കാർ തലങ്ങും വിലങ്ങും ഓടിയിട്ട് വഴിയിൽ കാണുന്ന പിള്ളേരെ പിടിച്ച് കൊണ്ടുപോയി പട്ടാളത്തിൽ ചേർത്ത് വിടുകയാണ്. ഇതാണ് യുക്രൈൻ്റെ സ്ഥിതി. എന്നിട്ട് അയാൾ വാചകം അടിക്കുന്നു. റഷ്യക്ക് എത്ര പട്ടാളക്കാരുണ്ട്? അതുകൂടെ അത് നോർത്ത് കൊറിയ 10,000 പേരെ പിടിച്ചോന്ന് പറഞ്ഞിട്ട് അങ്ങേര് 10,000 പേരെ അയച്ചു കൊടുക്കുകയും ചെയ്തു. എവിടെയെങ്കിലും വെച്ചിട്ട് ഈ യുദ്ധം നിർത്തണമെന്ന് സെലൻസ്കിക്ക് ആഗ്രഹമില്ല. അയാളുടെ ആഗ്രഹം നാറ്റോ ഇങ്ങനെ എനിക്ക് ആയുധം തന്നുകൊണ്ടിരിക്കുക, കാശ് തന്നുകൊണ്ടിരിക്കുക, ഞാനിങ്ങനെ റഷ്യയൊക്കെ ചൊറിഞ്ഞ് ഞാൻ രാജാവായിട്ടങ്ങ് കഴിയും. ഇപ്പോൾ സുഖമാണ്. സെലൻസ്കിയുടെ അത്രയും സുഖമായിട്ട് ഭരിക്കുന്ന ഒരു മനുഷ്യൻ വേറെ ഇല്ല. പക്ഷേ ഈ ട്രംപ് പറയുന്ന പോലെ ട്രംപ് ഇപ്പോൾ ആയുധങ്ങൾ കൊടുക്കാൻ നാറ്റോയ്ക്ക് ആയുധം കൊടുക്കും, നാറ്റോ ഉക്രൈന് കൊടുക്കും. അത് ഇങ്ങനെയുള്ള ദീർഘദൂര മിസൈലുകൾ കൊടുത്തിട്ട് മോസ്കോയ്ക്ക് നേരെ ഒരു അറ്റാക്കൊക്കെ ഉണ്ടായാൽ ഈ യുദ്ധത്തിൻ്റെ ചിത്രം ഒന്നും മാറത്തില്ലേ? തീർച്ചയായിട്ടും മാറും, തീർച്ചയായിട്ടും മാറും. റഷ്യ ഈ ഡിസ്പ്യൂട്ട് തുടങ്ങിയതിന് ശേഷം പൊതുവേ പക്വതയോടെ പെരുമാറുന്ന ഒരു രാജ്യം റഷ്യയാണ്. അനാവശ്യമായ വാചകങ്ങളിൽ ഒന്നുമില്ല. ട്രംപുമായിട്ട് സംസാരിച്ചുള്ള ദോഷം, ട്രംപ് ഈ സംസാരം പുറത്തുവിടും. ഇതിനു മുമ്പ് പുള്ളി പറഞ്ഞല്ലോ, 1.25 മണിക്കൂർ ഞങ്ങൾ സംസാരിച്ചു, പുടിൻ ദേഷ്യത്തിലായിരുന്നു. ഇതൊക്കെ പുറത്ത് പറയാം. 2 രാഷ്ട്രത്തലവന്മാരുടെ സംസാരം. പുടിൻ ഒരുപക്ഷെ ദേഷ്യപ്പെട്ട് കാണും, ചൂടായി കാണും, ഞാൻ സെലൻസ്കിയെ വെറുതെ വിടില്ല എന്ന് പറഞ്ഞു കാണും. പക്ഷേ ട്രംപ് അത് പുറത്ത് പറയാൻ പാടില്ലല്ലോ. മാന്യനാണെങ്കിൽ പുറത്ത് പറയാം. ഇത് ചെയ്തു കഴിഞ്ഞപ്പോൾ തന്നെ ഈ മനുഷ്യനെ വിശ്വസിക്കാൻ കൊള്ളില്ല എന്ന് പുടിൻ മനസ്സിലായിരിക്കും. ലാവ്റോവ്, അവരുടെ വിദേശകാര്യമന്ത്രിയുണ്ടല്ല, ലാവ്റോവ് പറയും, ചേട്ടനോട് ഞാൻ ആദ്യം പറഞ്ഞില്ല, ആ തല്ലിപ്പൊളിയോട് സംസാരിക്കാൻ കൊള്ളില്ല. അവനിത് റെക്കോർഡ് ചെയ്തിട്ട് ആ റെക്കോർഡ് വേണമെങ്കിൽ പുറത്തു വിടും. അത്രയ്ക്ക് അമാന്യമായിട്ട് പെരുമാറുന്നു അമേരിക്കൻ പ്രസിഡന്റ്. എന്ത് ചെയ്യാൻ പറ്റിയ ആൾ അമേരിക്കയുടെ പ്രസിഡൻറ്റുമാണ്, അവഗണിക്കാനും പറ്റില്ല.
രാഹുൽ ഗാന്ധിയെ അവഗണിക്കുന്ന പോലെ ഡൊണാൾഡ് ട്രംപിനെ അവഗണിക്കാൻ പറ്റില്ലല്ലോ, പ്രസിഡൻ്റായി പോയില്ലേ. പക്ഷേ റഷ്യ ഇപ്പോൾ ക്ഷീണിച്ച് നിൽക്കുകയല്ലേ. എന്ത് ക്ഷീണം? എത്ര വർഷം ഇത്ര ആളുകൾ ഇങ്ങനെ മരിച്ചുകൊണ്ടിരിക്കുന്നു, യുദ്ധം യുദ്ധം യുദ്ധം. റഷ്യക്കകത്ത് വന്ന് ഡ്രോൺ ആക്രമണം. അല്ല, അവർ കാൽക്കുലേറ്റഡ് ആയിട്ട് അവരുടെ റിസോഴ്സസ് കുറവാണ്, ഡിപ്ലീറ്റ് ചെയ്യുന്നു, ആയുധങ്ങൾ കുറവാണെന്ന് കണ്ടു കഴിഞ്ഞാൽ അവരൊന്നും മയപ്പെടും. അത് കഴിഞ്ഞിട്ട് പൂർവാധികം ശക്തിയോടെ തിരിച്ചടിക്കും. ബട്ട് ഈ നരേറ്റീവ് വാറിൽ ഈ പറയുന്ന പോലെ റഷ്യ ഇവരല്പം പുറകിലാണ്. കാരണം നരേറ്റീവ് യുദ്ധത്തിൽ എപ്പോഴും ജയിക്കുന്നത് യൂറോപ്യൻസും അമേരിക്കയുമാണ്. അതുകൊണ്ട് സെലൻസ്കി റഷ്യക്കുള്ളിൽ കയറി 1500 കിലോമീറ്റർ മറ്റോ പോയിട്ട് ബോംബിട്ട്, അത് വലിയ കാര്യമായിട്ട് എല്ലാവരും ആഘോഷിച്ചു. തിരിച്ച് റഷ്യ ചെയ്ത കാര്യം ആരും അറിഞ്ഞില്ല, ഭസ്മമാക്കി കളഞ്ഞു. എത്ര നഗരങ്ങൾ തകർത്ത് കളഞ്ഞു റഷ്യ. ബട്ട് അത് വാർത്തയല്ല, അതിങ്ങനെ എഴുതും 400 പേർ കൊല്ലപ്പെട്ടു, ഒരു മൂലക്കൊരു മറ്റത് 4 പേർ കൊല്ലപ്പെട്ടു എന്ന് പറഞ്ഞ് വലിയ വാർത്തയാണ്. 1500 കിലോമീറ്റർ അകത്തേക്ക് കയറി ആക്രമണം. 400 പേരുടെ ചെറുത്. 1500 കിലോമീറ്റർ അകത്തേക്ക് കയറിയത് ഒരു അച്ചീവ്മെൻ്റ് തന്നെയാണ്, ഇല്ലെന്ന് ഞാൻ പറയണില്ല. ബട്ട് അതിൻ്റെ തിരിച്ചടിയും കൂടെ നോക്കിക്കഴിഞ്ഞാൽ അവിടെയും ജയിച്ചു നിൽക്കുന്നത് റഷ്യയാണ്. അത് ഈ വെറുതെ പത്രത്തിൻ്റെ തലക്കെട്ടിൻ്റെ വലിപ്പം നോക്കിയിട്ട് നമ്മൾ ജയപരാജയങ്ങൾ നിർണ്ണയിക്കരുത്. ഈ ട്രംപ് പറഞ്ഞതുപോലെ സെലൻസ്കി കൊണ്ട് മോസ്കോയിൽ ഒരു മിസൈൽ ആക്രമണം നടത്തി നാശനഷ്ടം ഉണ്ടാക്കിയാൽ എല്ലാവരും ഭയപ്പെടുന്നുണ്ടല്ലോ, റഷ്യ ആണവായുധം പ്രയോഗിക്കുമോ എന്നുള്ളത്. അവസാനം അതാണോ സംഭവിക്കാൻ പോകുന്നത് ഉക്രൈനിൽ? ഇല്ല 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 ഇല്ല, ഈ പറഞ്ഞ രണ്ട് സംഭവിക്കാൻ പോകുന്നില്ല. ഡയറക്റ്റ് മോസ്കോയുടെ നേർക്ക് ഒരു ആക്രമണത്തിനായിട്ട് ഈ പറഞ്ഞ പാട്രിയോട്ട് മിസൈൽ ഇയാൾ കൊടുക്കാൻ പോകുന്നില്ല, ട്രംപ് കൊടുക്കാൻ പോകുന്നില്ല. മോസ്കോയ്ക്ക് വേണ്ടി മിസൈൽ എന്ന് പറഞ്ഞ് അങ്ങനെ കൊടുക്കാൻ അത് വലിയ പ്രശ്നം ഉണ്ടാക്കും യൂറോപ്പിലുമൊക്കെ, നാറ്റോയ്ക്കുള്ളിൽ തന്നെ. എന്നിട്ട് അത് മോസ്കോയിൽ ഇടുക, മോസ്കോ വെറുതെ ഇരിക്കുകയാണ്. മോസ്കോയിൽ അങ്ങനെ ഇത് ഇടാനൊന്നും പറ്റില്ല. ഡ്രോൺ വെച്ചിട്ടാണ് കുറച്ചെങ്കിലും സെലൻസ്കി മോസ്കോയിൽ 1-2 നാശനഷ്ടങ്ങൾ വരുത്തിയിരിക്കുന്നത്. അതിനപ്പുറത്തേക്ക് സാധ്യമല്ല. ഇയാളുടെ മിസൈൽ പുറപ്പെടുന്നതിന് മുമ്പ് കംപ്ലീറ്റ് ഉക്രൈനെ അവർ ഭസ്മമാക്കി കളയും. കൺവെൻഷണൽ വാറിൽ അവർ ന്യൂക്ലിയർ ആയതൊന്നും പ്രയോഗിക്കില്ല. അതായത് സമാധാനത്തിൻ്റെ നോബൽ സമ്മാനം കാക്ഷിക്കുന്ന ട്രംപ് ഇങ്ങനെ പരോക്ഷമായി കൊണ്ടിടുക മോസ്കോയിൽ മിസൈൽ എന്ന് പറഞ്ഞത് ഒരു നെഗറ്റീവല്ലേ? അങ്ങനെ ഇതിനു മുമ്പും ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ടെന്ന്. ആരെയാണ് പുള്ളി അപമാനിക്കാത്തത്? ആരെങ്കിലും ബാക്കിയുണ്ടോ ഇനി അപമാനിക്കാൻ? അല്ല, ഇത് പുടിനെ ഭീഷണിപ്പെടുത്താനാണോ, ബ്ലാക്ക് മെയിൽ ചെയ്യുകയാണോ? വേണ്ടി വന്നാൽ ഇങ്ങനെ ചെയ്യും. അതുമല്ല, ഈ സ്പർ ഓഫ് ദ മൊമെൻറ്റ്, ഒരു മുൻപിൻ നോട്ടമില്ലാതെ സംസാരിക്കുന്ന ഒരു മനുഷ്യനാണ് ട്രംപ്. പണ്ട് ഇത്രയും ഉണ്ടായിരുന്നില്ല, ഇപ്പോൾ അത് വളരെ കൂടിയിരിക്കുന്നു. അതിന് കൊച്ചു പിള്ളേരൊക്കെ സംസാരിക്കുന്ന പോലെ ഒരാവേശത്തിൽ എന്തെങ്കിലുമൊക്കെ പറയുക. നെതന്യാഹുവിനെ തെറിയൊക്കെ പറഞ്ഞു. അതെ അതെ, നെതന്യാഹുവിനെ അല്ല, ഇസ്രായേലിനെ. ഇതൊക്കെ ഒരു അമേരിക്കൻ പ്രസിഡന്റ് പറയാൻ കൊള്ളാമോ പരസ്യമായിട്ട്? വാട്ട് എ നോൺസെൻസ്. ബട്ട് ഹി ഡസ് ദാറ്റ് വാട്ട് ടു ഡു ആൻഡ് ഹി ഈസ് ദ പ്രസിഡന്റ്. ഏത് അത്ഭുതപ്പെടുത്തുന്നത് ഇതെല്ലാം കേട്ടിട്ടും മിണ്ടാതിരിക്കുന്ന പുടിനെയാണ്. പുടിൻ അങ്ങനെ പ്രതികരിക്കാറില്ലല്ലോ. ഈ പുടിൻ, ഷീ ജിൻപിങ്, പിന്നെ നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി, അദ്ദേഹം മറ്റ് പ്രസംഗങ്ങളിൽ അത് ഇതൊക്കെ ചെയ്യും. ബട്ട് ഈ വിവാദ വിഷയങ്ങളിൽ നിലവിട്ട് പെരുമാറുക, കമൻ്റ് അടിക്കുക, ഈ പരിപാടി ഇന്ത്യൻ പ്രധാനമന്ത്രിക്കുമില്ല. എത്രയോ പേരങ്ങനെയുണ്ട്. ഈവൻ കാനഡയുടെ ഇപ്പോഴത്തെ പ്രസിഡൻറ്റ് മക്കാർണി ഈ വാവിട്ടുള്ള വർത്തമാനം പറയില്ല. കുറച്ചെങ്കിലും പിന്നെ സംസാരിക്കുന്നത് മാക്രോണാണ്, ഫ്രാൻസിൻ്റെ. പക്ഷേ അതുപോലും സിവിലൈസ്ഡ് ആയിരിക്കും. ബട്ട് ട്രംപ് ഹാസ് ക്രോസ്ഡ് ഓൾ ലിമിറ്റ്സ്. ഏതായാലും ഇതൊരു ശ്രദ്ധിക്കപ്പെട്ടൊരു വാർത്തയാണ്. കാരണം മോസ്കോ എങ്ങനെ പ്രതികരിക്കും എന്നുള്ളത് ഈ സമാധാനം കാക്ഷിക്കുന്ന എല്ലാവരെയും ആശങ്കപ്പെടുന്നതാണ്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.